പെട്ടുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കാരത്തിന്റെ ജമാഅത്ത് പൂർത്തീകരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് അതാ കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആമാശയത്തിന് പറ്റിയ മുറിയുടെ ഉള്ളിലൂടെ വെള്ളം ഒഴിഞ്ഞുപോയി. ആ സമയത്ത് ഇനി ഏതായാലും ഞാനിവിടെ ജീവിക്കുകയില്ലെന്ന ധാരണ ഉറപ്പിക്കാവുന്ന അവസരമാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടി കരയുന്നു. മുസ്ലിമീങ്ങളെ, എന്തിനാണ് കരഞ്ഞത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമീപത്ത് വന്ന് കരയല്ല, സങ്കടപ്പെടല്ല, നിങ്ങളൊന്ന് സമാധാനിക്കൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത താല്പര്യമുള്ള ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു സാധാരണ പണ്ഡിതനല്ല, സ്പെഷ്യൽ പൊരുത്തം വാങ്ങിയ പണ്ഡിതനാണ്. പൊരുത്തമാ വാങ്ങിയത്? അത് ലോകത്ത് ഏറ്റവും വലിയ പൊരുത്തം വാങ്ങേണ്ട നേതാവിന്റെ പൊരുത്തമാണ്. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞ അതേ വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, അവർക്ക് പൊരുത്തം വാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അല്ലാഹുവും അവന്റെ റസൂലുമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ പൊരുത്തം അല്ലാഹുവിന്റേത് കിട്ടണമെന്ന് പറയുമ്പോ അതിനോട് ചേർത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പൊരുത്തം വാങ്ങേണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനാവശ്യത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ആരോടും വെള്ളം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ തിരിച്ചു വരുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ഉസ്താദ് പള്ളിയിൽ ദർസ് നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ സാധാരണ പോകുന്ന വാതിലിന്റെ അടുക്കൽ ഒരു ശിഷ്യൻ ചെരിപ്പ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ചെരിപ്പ് അവിടെ കൊണ്ടുപോയി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉസ്താദിന്റെ പൊരുത്തം ചിന്തിച്ച ശിഷ്യൻ ചാൻസ് നോക്കി എടുത്ത പണിയാണ്. ഓ സഹോദരന്മാരെ, മഹാനായ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളം ഒരുക്കി വെച്ചത് കണ്ടപ്പോ ആരാണ് ഈ വെള്ളം ഇവിടെ വെച്ചതെന്ന് അന്വേഷിച്ചു. അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, പിതൃ സഹോദരന്റെ മകൻ, ചെറുപ്പക്കാരനായ മുതഅല്ലിം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി കിട്ടിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അണച്ചൊന്ന് കൂട്ടിയിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, ഇബ്നു അബ്ബാസിന് നീ ഖുർആൻ പഠിപ്പിക്കണേ അല്ലാ, ഖുർആൻ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. പൊരുത്തത്തോടെ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെയല്ലേ റഈസുൽ മുഫസ്സിരീൻ, ലോകത്ത് ഏതെല്ലാം ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ടോ എല്ലാവരുടെയും നേതാവായി എണ്ണപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാനത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോധിക്കപ്പെട്ടു. അപ്പോൾ നമുക്കവിടെ ഒരു വിഷയം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഗ്രന്ഥമല്ല, പലർക്കും ഒരുപാട് മനസ്സിലാകുന്ന ഗ്രന്ഥമാണ്. അപ്പൊ എല്ലാവരും ഖുർആൻ നോക്കിയാൽ കാര്യം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് സ്പെഷ്യൽ ദുആ കിട്ടിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതിന് വ്യത്യാസം ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത്, പൊരുത്തം വാങ്ങിയവർക്ക് അല്ലാഹു ഖൽബിലിട്ട് കൊടുക്കുന്ന ഇൽമ്
അത് പലപ്പോഴും വായിച്ചു പഠിക്കുന്ന ഇൽമല്ല, അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഇൽമ. അതിന് പൊരുത്തം വേണം. പൊരുത്തം വാങ്ങേണ്ടവരുടെ ഒക്കെ പൊരുത്തം വാങ്ങണം. ദുആ ലഭിച്ചവർക്കുള്ള ഇൽമ്, മഹാന്മാരുടെ പ്രാർത്ഥന ലഭിച്ചവർക്കുള്ള ഇൽമ്, അത് വലിയ ഫലവത്തായ ഇൽമാണ്. ഇരിക്കട്ടെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബിന് വലിയ താല്പര്യമാണ്. റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയ മുതഅല്ലിമാൻ, വല്ലാത്ത ഫഹമുള്ള മഹാനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് സമാധാനിക്കണം, നിങ്ങൾ ഇസ്ലാമിലെ 40ാമത്തെ മെമ്പറാണ്, പണ്ടേ ഉള്ള ആളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസ് തങ്ങൾക്കും പറയാനുള്ളത് പൊരുത്തമാണ്. ആരാണ് ഉമർ ഇബ്നു ഖത്താബ്? കറാഹത്ത് ചെയ്യാറില്ല, ചെയ്യാൻ അനുവദിക്കാറില്ല. ഒരൊറ്റ നിസ്കാരത്തിന്റെ ജമാഅത്ത് തോട്ടം കാണാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നഷ്ടപ്പെട്ടതിനാൽ തോട്ടം അപ്പോൾ തന്നെ ധർമ്മം ചെയ്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, വളരെയേറെ സൂക്ഷിച്ച് ജീവിച്ച വല്ലാത്ത ദുഷ്കമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സ്വന്തം ഭാര്യയ്ക്ക് പായസം കുടിക്കണമെന്നൊരു മോഹം. പക്ഷേ അതിന് ആവശ്യമുള്ള ധാന്യം ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊതുസ്വത്തിൽ നിന്ന് കൊടുത്തില്ല. പൊതുസ്വത്ത് എന്റെ ഭാര്യയ്ക്ക് പായസം കുടിക്കാനുള്ളതല്ല, എന്റെ ഭാര്യന്റെ ചെലവിന് മാത്രം ഈ പൊതുസ്വത്തിൽ നിന്ന് കൊടുക്കും, സർക്കാരിൽ നിന്ന് കൊടുക്കും, പായസം വെച്ച് വിളമ്പാനുള്ളതല്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ബസ്സിൽ കയറിപ്പോവുകയും പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ കാറിൽ കയറിപ്പോവുകയും ചെയ്യുന്നവരില്ലേ? കാരണം വാടക പള്ളി കമ്മിറ്റിയാണല്ലോ. സുബ്ഹാനല്ലാഹ്, സ്വന്തം ആവശ്യത്തിന് പോകുമ്പോൾ വെറുംചോറ് തിന്നുകയും അതേ സമയത്ത് കമ്മിറ്റിയുടെ ആവശ്യത്തിന് പോകുമ്പോൾ ബിരിയാണി തിന്നുകയും ചെയ്യുന്നവരില്ലേ? ആ ഒരു സ്വഭാവം മഹാന്മാരുടെ സ്വഭാവത്തിലില്ല. അവരെവിടെയും സൂക്ഷ്മതയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പായസം വാങ്ങിക്കൊടുത്തില്ല, അതിനുവേണ്ട ധാന്യവും ഭാര്യയ്ക്ക് കൊടുത്തില്ല. പക്ഷേ ഭാര്യ സാധാരണ കിട്ടുന്ന ധാന്യത്തിൽ നിന്ന് നുള്ളരിയെടുത്തു വെക്കുന്നത് പോലെ ഒരൽപ്പം നുള്ളിവെച്ച് കുറേ ദിവസം കൊണ്ട് പായസം ഉണ്ടാക്കാനുള്ള വസ്തു സമാഹരിച്ചു. അതുകൊണ്ട് പായസമുണ്ടാക്കി കുടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ ഒരു അംശം കൊടുത്തപ്പോ, എവിടുന്ന് കിട്ടി നിനക്കിത് എന്ന് ചോദ്യമാണ്. ഞാൻ നുള്ളരിയെടുത്ത് വെക്കുന്നത് പോലെ വെച്ച് സമാഹരിച്ചതാണെന്ന് പറഞ്ഞപ്പോ, എന്നാൽ നാളെ മുതൽക്ക് നിങ്ങൾക്ക് പൊതുഫണ്ടിൽ നിന്ന് അനുവദിക്കുന്ന ധാന്യത്തിൽ നിങ്ങൾ എടുത്തു വച്ചിരുന്ന അത്രയും കുറച്ചേ അനുവദിക്കൂ, കാരണം അത്ര നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സർവരംഗത്തും മുൻപന്തിയിലാണെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഒരൊറ്റ ജമാഅത്ത് കൈയൊഴിക്കാത്ത ആളല്ലേ, നിങ്ങൾ വല്ലാതെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളല്ലേ, ഇതൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ കരയേണ്ടതില്ല. കാരണം സഹിബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാറഖക വഹുവ അൻകറാദ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സർവമഹാന്മാരെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സങ്ങ് ലയിച്ചാൽ, അല്ലാഹുവിലേക്ക് മനസ്സങ്ങ് തിരിഞ്ഞാൽ, അവൻ എത്ര വലിയ വലിയായാലും, എത്ര വലിയ മഹാനായാലും, എത്ര വലിയ സഹാബിയായാലും, എത്ര വലിയ സ്ഥാനത്തായാലും, എത്ര തന്നെ കറാമത്ത് കണ്ടാലും, ഏത് തന്നെ ദുആക്കുത്തരം കിട്ടിയാലും, ഏത് സിംഹം കറാമത്ത് ഈ സംരക്ഷണത്തിന് വന്നാലും അവരെ മനസ്സിൽ ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല കേട്ടോ.
ഞാൻ സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ കുത്ത് കണ്ടിട്ട് വീണവനല്ലേ, ഞാൻ എന്തിന് പേടിക്കണമെന്നല്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചിന്ത. മറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ട ഉമർ എങ്ങനെ പോയി നിൽക്കുമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നത് റബ്ബിനെ ഭയപ്പെട്ടിട്ടാണ്, അല്ലാതെ ഭരണം പോകുന്നത് കൊണ്ടല്ല, എന്റെ മക്കൾ സ്ഥാനത്ത് വരുമോ എന്ന് ചിന്തിച്ചിട്ടല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനവറുകളോട് അതാ നിങ്ങൾക്കെല്ലാ മഹാന്മാരെ പൊരുത്തവും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് തങ്ങൾ സമാധാനിപ്പിക്കുന്നു. എത്ര വലിയ ഇബാദത്തെടുത്ത വ്യക്തിക്കും സമാധാനത്തിന് വകുപ്പ് മഹാന്മാരെ പൊരുത്തം നേടലാണ് കേട്ടോ. അതും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് ആ സമയത്ത് വിനയത്തോടെ പറയുന്ന വാക്ക്, അതൊക്കെ ഞാൻ അവരെ പൊരുത്തം ഇങ്ങ് നേടിയെടുത്തു എന്നല്ല, എനിക്ക് ആ പൊരുത്തം കിട്ടാൻ ഞാൻ അധ്വാനിച്ചു എന്നല്ല, എന്റെ അധ്വാനം കൊണ്ടാ കിട്ടിയത് എന്നല്ല. അവിടെയൊന്നും ഞാൻ എന്ന ചിന്ത ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നാവിൽ വരുന്നേ ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, ദാലിക മന്നുൻ മന്നല്ലാഹു അലൈഹി ബിഹി, അത് ഉമറിന്റെ പവറല്ല, ഉമറിന്റെ ഹിക്മത്തല്ല, ഉമറിന്റെ ബുദ്ധിയല്ല, ഉമറിന്റെ വിവരമല്ല, ഉമറിന്റെ അമലല്ല, അതെല്ലാം എന്റെ റബ്ബായ അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹമാണ്. ഇബ്നു അബ്ബാസേ, റബ്ബിന്റെ അനുഗ്രഹത്തിന് നന്ദി കുറഞ്ഞു പോയോ എന്ന ചിന്തയല്ലേ എന്നെ വ്യാകുലപ്പെടുത്തുന്നത്. എന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് അത് മുഴുവനും. റബ്ബിന്റെ കോടതിയിൽ ഉമറിനെ ഹാജരാക്കി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുമായിരുന്നു. പക്ഷേ അവിടെ ദുന്യാവ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന കോടതിയല്ലല്ലോ ഇബ്നു അബ്ബാസ്. വീണ്ടും അവിടുന്ന് വിങ്ങിപ്പൊട്ടി കരയുക തന്നെ. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ അവന്റെ മനസ്സിൽ അവന്റെ ജീവിതത്തിൽ അവനൊരിക്കലും ഞാനെന്ന ചിന്തയില്ല, ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല, എനിക്കെന്റെ ദുആക്കുത്തരം കിട്ടുമെന്ന ചിന്തയില്ല, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ അതാ വലിയവനാണെന്ന ആലോചനയില്ല. മറിച്ച് അവരുടെ വിനയം വളരെ വലുതായി വലുതായി അവരതാ ഏത് സമയത്തും അവരെ കണ്ണ് നനയുന്നു. അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യരായ റബ്ബ് സുവിശേഷമറിയിച്ച അടിമകളുടെ 9 ലക്ഷണങ്ങൾ ഖുർആൻ പറഞ്ഞപ്പോ കണ്ടില്ലേ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ജനങ്ങൾ. അല്ലാഹ് നീ തന്ന അനുഗ്രഹത്തിനൊന്നും വേണ്ടതുപോലെ നന്ദി ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. നീ തന്ന അനുഗ്രഹങ്ങൾ പലതുണ്ടായിട്ടും നീ വിരോധിച്ചത് പലതും എന്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ, നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയല്ലോ റബ്ബേ. സുബ്ഹി നിസ്കാരം അതാ കൃത്യമായി വളരെ നേരത്തെ തന്നെ തഹജ്ജുദിന്റെ സമയത്ത് തന്നെ സാലിഹീങ്ങൾ എഴുന്നേറ്റിരുന്ന് അതാ അവരതാ ദിക്റും ദുആയും ഒക്കെ നടത്തി നന്നായി വുളു ചെയ്ത് കുളിച്ച് അവരതാ നിന്റെ മുമ്പിൽ നീണ്ട തഹജ്ജുദ് നിസ്കരിച്ചു.